രുദ്രാക്ഷം നമ്മളിപ്പോ ഭയങ്കര പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ് രുദ്രാക്ഷം. ഉവ്വ. രുദ്രനായിരിക്കുന്നവനെ കാണാൻ പറ്റില്ല, കാരണം ഭൂമിയാണ് ശിവൻ. രുദ്രാക്ഷം പോലെയാവും രുദ്രൻ. അതായത് ജലമില്ലെങ്കിൽ, പാർവതി ഇല്ലെങ്കിൽ ഭൂമി രുദ്രാക്ഷം പോലെ ഇരിക്കും. ആ. നമ്മുടെ അക്ഷികൾക്ക് അത് കാണാൻ നമ്മൾ ഉണ്ടാവുക പോലുമില്ല, രുദ്രനെ കാണാൻ. അത്രയും രൗദ്രഭാവമായിരിക്കും ഭൂമിക്ക്, ഈ മണ്ണിന്. ഉവ്വ. കാരണം ജലാംശം ഇല്ലാതെ ആയാൽ ഈ ഭൂമി രുദ്രാക്ഷം പോലെ ഇരിക്കും. രുദ്രൻ എങ്ങനെയാണോ അത് രുദ്രാക്ഷമാണ്. ഉവ്വ. ആ രുദ്രാക്ഷം നമ്മള് മാറിലണിയും. എന്തിനാണ്? ശിവനെ അർദ്ധനാരീശ്വരനായിട്ട് നിലനിർത്താൻ. അതായത് ഈ ഭൂമിയെ, മണ്ണിനെയും ജലത്തെയും ചേർത്ത് വെച്ച് ഈ വൈഷ്ണവാരാധനയുടെ വൈഭവത്തെ കുറിച്ച് പറഞ്ഞ് നടക്കണമെങ്കിൽ രുദ്രനെ കാണിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. ഉവ്വ. രുദ്രന്റെ പ്രതീകമാണ് ഈ ജലമില്ലാത്ത, ഈ വൈഷ്ണവ ശക്തി ഇല്ലാത്ത, ഈ ഹരിതലോകത്തിന്റെ വൈഭവമില്ലാത്ത, ആ വൈകുണ്ഠമില്ലാത്ത ലോകത്തിൽ, കുണ്ഠിതം മാത്രമുള്ള ലോകത്തിൽ രുദ്രൻ ഇങ്ങനെ ഇരിക്കും, രുദ്രാക്ഷം പോലെ. ഒരുപാട് ഗുണങ്ങളുള്ള പഞ്ചമുഖമായിരിക്കുന്ന രുദ്രാക്ഷം ഭൂമിയുടെ പ്രതീകമാണ്. ഉവ്വ. ആ ഭൂമിയുടെ പ്രതീകമായിരിക്കുന്ന രുദ്രനെ മാറിലണിഞ്ഞ് അത് ഭൂമിയെ തന്നെ ചിന്തിച്ച് ഭൂമിയുടെ പാലനത്തെക്കുറിച്ച് മാത്രം വിചാരിച്ച് പഞ്ചേന്ദ്രിയങ്ങളെ പഞ്ചഭൂത സേവയ്ക്ക് വേണ്ടിയിട്ട് നെഞ്ചോട് ചേർത്ത് വെക്കുമ്പോൾ രുദ്രനെയും കൂടി നെഞ്ചിലേക്ക് ചേർത്ത് വെക്കും, രുദ്രനാവാതിരിക്കാൻ ഈ ഭൂമി. ഉവ്വ. അതുകൊണ്ട് രുദ്രാക്ഷം ധരിക്കും. പഞ്ചവടം കൊണ്ട് ശരീരത്തെ ബന്ധിക്കുകയും ചെയ്യും, പൂണൂല് കൊണ്ട്. ആ. പഞ്ചഭൂത സേവയ്ക്ക് വേണ്ടി, പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മള് ശരീരത്ത് വടം ധരിക്കും. പഞ്ചവടം, പഞ്ചാവടം എന്നൊക്കെയാണ് പറയാ. ഉപനയനം എന്ന് പറയും. പാരിസ്ഥിതികമായ ദർശനത്തിന് വേണ്ടിയിട്ടാണ് അത് ധരിക്കുന്നത്. അത് പൊട്ടിച്ച് ദൂരെ എറിഞ്ഞിട്ട് നടക്കുന്നവര് രുദ്രാക്ഷവും കൂടി പൊട്ടിച്ച് ദൂരെ എറിയാനുള്ള കേൾപ്പുണ്ടാവണം.